ഇന്ന് രാവിലെ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് കണ്ടൊരു കാഴ്ച നമ്മുടെ അതിമനോഹരമായിട്ടുണ്ടായിരുന്ന ബാക്ക്ഗ്രൗണ്ട് എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിച്ചല്ല, വികസനം വന്നാണ് മുകളിലൂടെ പുതിയൊരു ലൈന് വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് താഴെ കാണുന്ന മരങ്ങളെല്ലാം അവർ വെട്ടി മാറ്റിയതിനു ശേഷമാണ് അതിലൂടെയാണ് ലൈന് വലിച്ചിട്ടുള്ളത്. അപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന പച്ചപ്പെല്ലാം വെട്ടിയിട്ടിട്ടുണ്ട്. ഈ ഒരു സൈഡ് രണ്ട് സൈഡും വെട്ടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ട് പച്ച പതിച്ച് നിൽക്കുന്ന രീതിയിലാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായത്. ഒരുപാട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് കമൻറ്റും അതേപോലെ നേരിട്ട് വന്നപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വാഹനം കാണുന്നേക്കാളും ഭംഗി നിങ്ങളുടെ ആ ഒരു പ്രകൃതിയും അതേപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും കാണാനാണെന്നുള്ളത്. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വെട്ടി മാറ്റിയ നിലയിലായിരിക്കും. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും ലൊക്കേഷൻ നോക്കണം, പുതിയ ലൊക്കേഷനിലേക്ക് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കണം. ഇനി രണ്ട് പുതിയ വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ട് അതും ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മാനുവൽ ഗിയർ ബോക്സ് നിൽക്കുന്ന ഒരു വാഹനം, ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നിൽക്കുന്ന വാഹനം. ചെറിയ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള 2013 മോഡൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ ഇയോൺ എന്ന വാഹനം 1 lakh സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കും 1,25,000 രൂപയ്ക്ക് KL07 എറണാകുളം രജിസ്ട്രേഷൻ നിൽക്കുന്ന 13 മോഡൽ വരുന്ന ഒരു വാഹനം കൂടിയാണിത്. AC പവർ സ്റ്റാരിങ്, സ്റ്റീരിയോ, സെൻട്രലോക്ക് തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സ് നിൽക്കുന്ന 800 cc നിൽക്കുന്ന ഒരു വാഹനമാണിത്. 800 cc വാഹനം ആയതുകൊണ്ട് ഒരു 18-19 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫാമിലിക്കൊക്കെ ഒരു 5 ആളെങ്കിൽ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടായിൻ്റെ ഇയോൺ എന്നൊരു വാഹനം. ഇനി ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിൽക്കുന്ന മറ്റൊരു ലോ കിലോമീറ്റർ ഒരു സെലേരിയും കൂടി സ്റ്റോക്ക് ഉണ്ട്. 2021 മോഡലിൽ നിൽക്കുന്ന സെലേരിയോ VXI എന്ന AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നിൽക്കുന്ന സിംഗിൾ ഓൺഷിപ്പിൽ വെറും 20,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തുള്ള KL22 കഴക്കൂട്ടം രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം. VXI ആയതുകൊണ്ട് 4 പവറിന്റെ AC പവർ സ്റ്റാരിങ്, പവറിന്റെ തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. 1000 cc നിൽക്കുന്ന ഓട്ടോമാറ്റിക് AMT ഗിയർ ബോക്സ് നിൽക്കുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ഒരു 15 കിലോമീറ്റർ നമുക്ക് പെട്രോൾ ഒരു ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന മെയിൻ്റനൻസ് കാര്യങ്ങൾ താരതമ്യേന കുറഞ്ഞിട്ടുള്ള ഒരു വാഹനം കൂടിയാണിത്. സ്വന്തമാക്കാം 4,85,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 4.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. പുതുതായിട്ട് പഠിച്ചിറങ്ങുന്നവർക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം അല്ലെങ്കിൽ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം സെലക്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അന്വേഷിച്ച് നടക്കുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് മാരുതി സെലേരിയോ എന്ന വാഹനം അല്ലെങ്കിൽ വാഗണർ എന്ന വാഹനങ്ങളൊക്കെ. അപ്പോൾ അതിൽപ്പെട്ട 2021 മോഡൽ വാഹനമാണ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായത്. അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ നിൽക്കുന്ന 2013 മോഡലിൽ നിൽക്കുന്ന ഹ്യുണ്ടായിൻ്റെ മാനുവൽ ഗിയർ ബോക്സിൽ നിൽക്കുന്ന ഇയോൺ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. രണ്ട് വാഹനത്തിലെ കൂടുതൽ ഡീറ്റെയിൽസും മറ്റും ബുക്കിങ്ങിനും ആവശ്യമുള്ള കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഷോറൂമിന്റെ ലൊക്കേഷൻ വരും മലപ്പുറം ജില്ലയിലെ മക്കരപ്പുറം വെള്ളാട്ടുപറമ്പ് ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.